നമസ്കാരം. ഈ മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണിപ്പോ സതീശന്റെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ ഇതാ കെ.സി. വന്ന് രംഗപ്രവേശനം ചെയ്യുന്നു. മുഖ്യമന്ത്രി കസേരയുമായി പോകാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള കരുക്കൾ സതീശൻ എന്ന മണ്ടൻ പോലും അറിയാതെ വിദഗ്ധമായിട്ട് നീക്കിക്കൊണ്ടിരുന്നു കെ.സി. എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് എങ്ങാനം തേങ്ങ വീണുടഞ്ഞാൽ, അതായത് UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം കെ.സി. ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പൊടുന്നനെ കെ. സുധാകരൻ, രമ്യ ഹരിദാസ്, മാത്യു കുഴൽനാടൻ തുടങ്ങി കോൺഗ്രസിന്റെ ഒരു വലിയ നിര പൊടുന്നനെ കെ.സി. മുഖ്യമന്ത്രി ആകട്ടെ എന്നൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് അങ്ങ് നിഷ്കളങ്കമായി തുടങ്ങിയെന്ന് നിങ്ങൾ കരുതുന്നതാണോ? അതായത് ഏതെങ്കിലും ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് നേതാക്കന്മാർ പൊടുന്നനെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടൊരു കാര്യം കൂടി വരുന്നുണ്ട്. അതായത് 6 മാസത്തിനകം ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതിയല്ലോ, അതിനുവേണ്ടി അദ്ദേഹം മണ്ഡലം പോലും സെറ്റ് ചെയ്തതായിട്ട് വിവരപ്പെടുന്നു. കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ഡമ്മി സ്ഥാനാർത്ഥിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതെന്ന വിവരം കൂടി പുറത്തു വരികയാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം നോട്ടമിടുക തന്നെയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം പുറത്ത് പരസ്യമായിട്ട് അങ്ങനെയല്ല പറയുന്നതെങ്കിലും മുഖ്യമന്ത്രിയാകുമെങ്കിൽ എന്ന് വെച്ചാൽ അതിന് അനുമതി കിട്ടുകയാണെങ്കിൽ ഇരിക്കൂറിൽ നിന്നാണ് മത്സരിക്കുക. കെ.സി. വേണുഗോപാലിന് വേണ്ടി സജീവ് ജോസഫ് MLA സ്ഥാനം രാജിവെക്കും എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വാർത്ത. ഇപ്പോ ജയിച്ചാലും തോറ്റാലും സതീശന് വനവാസം ഉറപ്പായി. LDF ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ച് അദ്ദേഹം വനവാസത്തിന് പോകേണ്ടി വരും. അല്ല, ഒരുപക്ഷെ തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വനം മന്ത്രിയാക്കി കാട് കയറ്റാൻ വേണ്ടിയാണ് സുധാകരനും വേണുഗോപാലും കൂടി ഇപ്പോൾ വളരെ ശക്തമായിട്ട് നീക്കം നടത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും സതീശൻ ഇപ്പോൾ ഈ വനവാസത്തിന് വേണ്ടിയുള്ള ട്രയൽ റണ്ണിന് പോയിരിക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് ഇടുക്കി ഘോര വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. കാര്യം തൻ്റെ അവസ്ഥ എന്താണെന്ന് സതീശൻ ഒരു തിരിച്ചറിവ് എവിടെ നിന്നൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇത്രയും ദിവസം ഡയലോഗ് അടിച്ചതിന് ശേഷം നേരെ വനവാസത്തിന് പോയിരിക്കുന്ന സതീശനെ സംബന്ധിക്കുന്നിടത്തോളം തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വനവാസത്തിന് നിൽക്കുമ്പോൾ ഫോൺ ഓൺ ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് സ്വന്തം പാളയത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു കാരണവശാലും സതീശന് ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് പോലും കിട്ടുന്നില്ല. വനം മന്ത്രിയായിട്ട് അദ്ദേഹത്തെ ആന പിടിക്കാനും പന്നി പിടിക്കാനും വിടാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ധാരണ. കാര്യം മറ്റ് നേതാക്കന്മാരെയെല്ലാം അമ്മാതിരിയാണ് ഈ നാട്ടിലെ മൗദൂദികളെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും ഷാഫി ഉൾപ്പെടെയുള്ളവരെയെല്ലാം നിർത്തിക്കൊണ്ട് അദ്ദേഹം പണി കൊടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ പലിശ സഹിതം തിരിച്ചു കൊടുക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരുപക്ഷെ UDF ജയിച്ചു വരികയാണെങ്കിൽ MLA-മാരുടെ പിന്തുണയാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആവശ്യം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോൾ മത്സരിപ്പിച്ചിരിക്കുന്ന മെജോറിറ്റി സ്ഥാനാർത്ഥി അത് കെ.സി. വേണുഗോപാലിന്റെ നോമിനിമാരാണ്. അത് കഴിഞ്ഞ് 2ാം സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കാണ്. 3ാം സ്ഥാനം മാത്രമേ VD സതീശന് വരുന്നുള്ളൂ. ആ നിലയ്ക്ക് VD സതീശന്റെ സ്ഥാനാർത്ഥികളെ കൂടി തോൽപ്പിച്ചു കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വനം മന്ത്രി എന്നുള്ള നിലയ്ക്ക് കാട്ടിനകത്ത് കയറി ആനയെ തുരത്താനും അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി ആ വഴി വനവാസത്തിന് വിടാനുള്ള നീക്കങ്ങൾ സജീവമായി. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് സതീശനോടൊപ്പം നിന്ന പലരും ഒറ്റയടിക്ക് കാലുവാരി ഇതാ കെ.സി. മുഖ്യമന്ത്രി ആകട്ടെ എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് പിന്നാലെ മാധ്യമ ചർച്ചകൾ കൂടി ആയപ്പോൾ ഇത്രയും ദിവസം ഉയർന്ന VD എന്ന പേര് ഒറ്റ സുപ്രഭാതം കൊണ്ട് ചവിട്ടി താഴ്ത്തപ്പെട്ട് കെ.സി. ആകട്ടെ എന്ന രീതിയിലേക്ക് ചർച്ചകൾ ഉരുണ്ടുകൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അതിന് പിന്നിൽ ദീർഘനാളത്തെ പ്രോജക്റ്റ് എന്നോണം കെ.സി. സൈലന്റായി നടപ്പാക്കി എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇരിക്കൂറിൽ ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തി അദ്ദേഹത്തെ രാജിവെച്ച് വിജയിപ്പിച്ച് മുഖ്യമന്ത്രി കസേര സതീശന് തൊട്ട് നക്കാൻ പോലും കൊടുക്കാതെ അദ്ദേഹം അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഒടുവിൽ പറയേണ്ട ഒരു കാര്യം, ഇതുവരെ ഒരു പ്രീപോൾ സർവേയും ഇവർ പറയുന്ന വിജയ ശതമാനം പ്രെഡിക്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇവർ സ്വന്തം നിലയ്ക്ക് പറയുന്നു ഞങ്ങൾ ജയിക്കുമെന്ന്. ജയിച്ചില്ലെങ്കിൽ ഈ അവകാശവാദമൊക്കെ അന്ന് മെയ് 4 വൈകുന്നേരങ്ങളിൽ വലിയ തോതിൽ ട്രോളായിട്ട് ആഘോഷിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള റിയാലിറ്റി കൂടി അവശേഷിക്കുന്നുണ്ട്.